നമസ്കാരം, സ്വാദിഷ്ടിലേക്ക് സ്വാഗതം. പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കുന്ന വിധം കാണാം. അതിനായി എടുത്തിരിക്കുന്ന ഒരു ഇടത്തരം പൈനാപ്പിൾ ആണ്. ഇതിന്റെ പകുതിയെ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് മുറിച്ച് അരിഞ്ഞെടുക്കാം. ഇത് ചെറുതായി ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഇനി ഒരു പാനിലേക്ക് ഇത് ഇട്ട ശേഷം 4 പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അടച്ചു വെച്ച് 15 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. പൈനാപ്പിൾ വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇത് അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. വേവുന്നത് ഓരോരുത്തരുടെ സ്റ്റവിൻ്റെ ഫ്ലെയിം അനുസരിച്ചിരിക്കും. വെന്തില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വേവിക്കുക. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കി ഇത് കുറച്ച് തണുക്കാൻ വെക്കുക. അതിനുശേഷം തൈര് ഉടച്ചെടുക്കുക. 500 ml തൈരാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് പുളിയുള്ള തൈര് എടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. പാൻ ചൂടായതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം 3 വറ്റൽമുളക് മുറിച്ചത്, 1 കതിർപ്പ് കറിവേപ്പില. ഇത് നന്നായി മൂപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കി 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.